അത്ഭുത രക്ഷപ്പെടലിന്റെ ഒരു ദൃശ്യം കൂടി. വിമാനം വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് വിശ്വാസ് കുമാർ വരുന്നതാണ് ദൃശ്യത്തിലുള്ളത്. പിന്നിൽ ആളിക്കത്തുന്ന തീയും കറുത്ത പുകയും. ചുറ്റും കൂടിയവരോട് ദുരന്തത്തെക്കുറിച്ച് വിശ്വാസ് വിവരിക്കുന്നതും പിന്നീട് ആളുകൾ വിശ്വാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിശ്വാസ് പറഞ്ഞത് ആദ്യം വിശ്വസിക്കാനായില്ലെന്നാണ് ദൃക്സാക്ഷിയായ മയൂർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിവരിച്ചത്. फिर पूछा सब लोग क्या हुआ, कहाँ से आ रहे हो, तो बोला कि प्लेन में से आ रहा हूँ, प्लेन में से। हम तो विश्वास ही नहीं कर रहे थे, तू प्लेन में से बच के आया, हमको तो विश्वास ही नहीं हो रहा। പിന്നിൽ കനത്ത പുകയും തീഗോളമായി മാറിയ വിമാനവും വെള്ള ടീഷർട്ട് ധരിച്ച് ഇടത് കൈയിൽ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസ് കുമാർ രമേശൻ. വിമാനം പൊട്ടിത്തെറിച്ചെന്ന് വിളിച്ചു പറയുന്ന ഓടിക്കൂടിയവർ. 11 സീറ്റുകാരൻ രക്ഷപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന പുതിയ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ AI 171 വിമാനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രികനാണ് വിശ്വാസ് കുമാർ രമേശൻ. അദ്ദേഹത്തിന്റെ പേര് വിമാന അപകട ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി വിമാനം തീഗോളമാകും മുൻപ് രക്ഷപ്പെട്ട വിശ്വാസിന്റെ കഥ ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ പുതുതായി പുറത്തു വരുന്ന ആ ഒരു വീഡിയോ തലനാഴികയ്ക്കുള്ള വിശ്വാസിന്റെ രക്ഷപ്പെടലിന്റെ മറ്റൊരു ചിത്രം നൽകുന്നു. വിമാനം തകർന്നു വീണ ഇടത്ത് കനത്ത കറുത്ത പുകയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസിനെയും പിന്നിൽ കത്തിയാളുന്ന ആ ഒരു വിമാനത്തെയും കാണാം. ഈ ഒരു വീഡിയോയിൽ നടന്നു വരുന്ന വിശ്വാസ് കുമാറിനെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിമാനം പൊട്ടിത്തെറിച്ചെന്ന് ചിലർ പറയുന്നത് നമുക്ക് കേൾക്കാം. എമർജൻസി എക്സിറ്റിന്റെ അടുത്ത് 11 സീറ്റിലിരുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യക്കാരന് താൻ രക്ഷപ്പെട്ടു എന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസിന് നടന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർത്തെടുക്കാനും കഴിയുന്നതേയില്ല. ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കുറച്ചു സമയത്തേക്ക് കരുതി, പക്ഷേ കണ്ണുകൾ തുറന്നപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. സീറ്റ് ബെൽറ്റ് തുറന്ന് ഞാൻ പുറത്തു കടന്നു. എയർ ഹോസ്റ്റസും മറ്റുള്ളവരെ എന്റെ കൺമുന്നിൽ മരിച്ചു വീണു. ഹോസ്റ്റലിൽ ഇടിച്ചു കയറിയപ്പോൾ എമർജൻസി വാതിൽ തുറന്നു. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയോട് ചേർന്നായിരുന്നു വിശ്വാസ്. അവിടെ വിടവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തു കടന്നു. കെട്ടിടത്തിന്റെ ഭിത്തി എതിർവശത്തായിരുന്നു. ആ വശത്തൂടെ ആർക്കും പുറത്തു കടക്കുക സാധ്യമല്ലായിരുന്നു എന്നാണ് വിശ്വാസ് പറഞ്ഞത്. ടേക്ക് ഓഫ് കഴിഞ്ഞ് 1 മിനിറ്റ് പിന്നിട്ടപ്പോൾ വിമാനം കുടുങ്ങിയതുപോലെയാണ് തോന്നിയത്. പിന്നീട് പച്ച വെള്ള ലൈറ്റുകളും തെളിഞ്ഞു. വിമാനം ഉയർത്താനുള്ള ശ്രമത്തിനിടെ വിമാനം അതിവേഗത്തിൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി എന്നാണ് വിശ്വാസ് വിശദീകരിച്ച് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രാജ്യത്തെ നടക്കുന്ന ഒരു ദുരന്തം തന്നെയായിരുന്നു ഈ ഒരു അഹമ്മദാബാദിലേത്. 270 പേര് മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്ക്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ വിമാനം തകർന്നു വീണ ആ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലുള്ളവരായിരുന്നു. MBBS ഹോസ്റ്റലിന് മുകളിലാണ് ഈ ഒരു വിമാനം പതിച്ചത്. ഹോസ്റ്റലിലെ ഉച്ചഭക്ഷണത്തിന് ഇരുന്നവർക്ക് മുകളിലാണ് ഈ ഒരു വിമാനവും വീണത്. എന്നാൽ ഫ്ലൈറ്റ് ക്യാപ്റ്റന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇതിലും വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ മുമ്പിലുള്ള ദുരന്തം ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു. എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോളും നൽകി. തൊട്ടു മുന്നിൽ വലിയ ജനവാസ കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെ വിമാനം ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ക്യാപ്റ്റൻ കാട്ടി. അങ്ങനെയാണ് തൊട്ടു മുന്നിൽ കണ്ട പച്ച നിറമുള്ള ദിശയിലേക്ക് വിമാനം പോയതും അവിടെ ഇടിച്ചിറക്കിയതും. അതുമാത്രമായിരുന്നു ആ ഒരു ക്യാപ്റ്റന് ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത്. അങ്ങനെ ആ ഒരു ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങി ഉണ്ടാകുമായിരുന്ന വലിയൊരു ദുരന്തം തന്നെയാണ് ഈ ഒരു ക്യാപ്റ്റൻ ഒഴിവാക്കിയത്. അങ്ങനെ ആ മേഖലയിലുള്ളവരുടെ ഒരു ഹീറോ ആയി മാറുകയാണ് ആ ഒരു ഫ്ലൈറ്റ് ക്യാപ്റ്റൻ. അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ ഒരു അമരക്കാരനായിരുന്നു ഈ ഒരു സുമിത് സബർവാൾ. തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 വിമാനത്തിന്റെ ക്യാപ്റ്റൻ കൂട്ടിയിടിക്കുന്നതിന് തൊട്ടു മുൻപ് നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ വീഴാതെ ഈ ഒരു വിമാനത്തെ ഗതി മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. കോക്പിറ്റിൽ 8200 മണിക്കൂറിലധികം സമയം ചെലവഴിച്ച ഒരു പരിചയ സമ്പന്നമായിരുന്നു ഈ ഒരു പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ. വിശാലമായ പ്രദേശമായിരുന്നു മെഡിക്കൽ കോളേജിലേത്. ഇത് തിരിച്ചറിഞ്ഞാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അങ്ങോട്ടേക്ക് വിമാനത്തെ സുമിത് സബർവാൾ കൊണ്ടുപോയതും. അല്ലാത്ത പക്ഷം ദുരന്ത വ്യാപ്തി ഇതിലും വലുതാകുമായിരുന്നു. അപകടത്തിന് ശേഷം സുമിത് സബർവാളിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് പിതാവുമായുള്ള ആ ഒരു അടുപ്പം. വയോധികനായ പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമിത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമിത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു.
ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്തതിനു ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എയർബസ് A310, ബോയിങ് 777 ഡ്രീം ലൈനർ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും വിനീതമായി പെരുമാറുന്ന അദ്ദേഹം തന്റെ ജോലി നന്നായിട്ട് ചെയ്തിരുന്നു. ഇതായിരുന്നു സുമിത് സബർവാളിന്റെ സഹപ്രവർത്തകനായ ഒരു പൈലറ്റിന്റെ വാക്കുകൾ. മുംബൈയിലെ ജൽവായു വിഹാറിൽ 82-കാരനായ പിതാവും ഒരുമിച്ചാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ താമസം. മുൻ DGCA ഉദ്യോഗസ്ഥനാണ് സുമിത് സബർവാളിന്റെ പിതാവ്. 2 വർഷം മുൻപ് സബർവാളിന്റെ അമ്മയും മരിച്ചു. സമയം കിട്ടുമ്പോഴെല്ലാം ജൽവായു വിഹാറിലെ ഫ്ളാറ്റിലുള്ള പിതാവിനെ കാണാൻ അദ്ദേഹം ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഭാഗമായിട്ട് മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 9 ക്രൂ അംഗങ്ങളിൽ ഒരാളായിരുന്നു. എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമിത് സബർവാളിന് വിമാനം പറത്തുന്നതിൽ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു. പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനാണ് സുമിത് സബർവാൾ. എയർ ഇന്ത്യ വിമാന അപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും മരണസംഖ്യയിൽ വ്യക്തമായിട്ടില്ല. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ മെസ്സിൽ ഉണ്ടായിരുന്നവർ, കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നവർ തുടങ്ങി പലരെയും കാണാതായി എന്നുള്ള പരാതിയുണ്ട്. വിമാന അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്നലെ ഒരാളുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചു. എയർ ഹോസ്റ്റസിന്റേതാണ് എന്നാണ് ആ ഒരു വിവരം. DNA പ്രൊഫൈലിംഗ് പരിശോധനയുടെ 11 പേരെ തിരിച്ചറിഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ അപകടത്തിൽ വിമാനത്തിലെ 241 പേര് മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ 5 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി K. റാംമോഹൻ നായിഡു ഡൽഹിയിൽ പറഞ്ഞു. വിമാന അപകടത്തിന്റെ കാരണം സമാന്തരമായി അന്വേഷിക്കുന്നതിനായി കേന്ദ്രം നിയമിച്ച 12 അംഗ ഉന്നതതല സമിതി ആദ്യ യോഗവും ചേർന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഈയൊരു വിമാനാപകടത്തിൽ മരിച്ചവരുടെയും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന്റെയും കുടുംബാംഗങ്ങൾക്ക് 25 ലക്ഷം രൂപ ഇടക്കാല സഹായം നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. മാതൃ കമ്പനിയായ ടാറ്റ സൺസ് നേരത്തെ പ്രഖ്യാപിച്ച 1 കോടി രൂപയ്ക്ക് പുറമെയാണിത്.